ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറില്ലെന്നും രണ്ടുപേരും സോളോ ട്രിപ്പുകളാണ് ഏറെ നടത്താറുള്ളതെന്നും അകൽച്ചയുള്ളതായി തോന്നുന്നുവെന്നും ചിലർ കുറിച്ചു. ഇവർക്കിടയിൽ എന്തോ ഒന്ന് ശരിയായില്ലെന്നൊരു ഫീലിംഗ്. ഹോം ടൂർ വീഡിയോ പോലും ഇന്റീരിയർ ചെയ്ത ടീമിന്റെ നിർബന്ധം മൂലം ഒരുമിച്ച് ചെയ്തതാണെന്ന് തോന്നുന്നു. മുമ്പ് ഉണ്ടായിരുന്ന ആ വൈബ് ഇപ്പോൾ ജീവയ്ക്കും അപർണയ്ക്കും ഇടയിലില്ല. തമ്മിലൊരു ഇന്ററാക്ഷൻ പോലുമില്ല. അവർ ഇന്റീരിയർ ഡിസൈനറോടാണ് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി. ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. അതൊന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസും ഒന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റ് ലൈക്ക് ഹി സെഡ്, ട്രാൻസ്പെറൻസി ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ രണ്ട് താരങ്ങൾ, അതേ മറ്റാരുമല്ല, ജീവയും അപർണ തോമസും. നമുക്കറിയാം, സരിഗമ പ എന്ന് പറയുന്ന ഒരു സംഗീത പരിപാടിയിലൂടെ സി കേരളത്തിലൂടെ വളരെ പ്രശസ്തി ആർജിച്ച നമ്മൾ നെഞ്ചിലേറ്റിയ ആ ഒരു പഹയൻ ജീവ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ, ഓൻ്റെ ഭാര്യയായി അതേ ഷോയിലാണെന്നറിയില്ല, അത്തരത്തിലൊരു TV ഷോയിലൂടെ കടന്നു വന്ന ഏറ്റവും ബോൾഡ് എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ഒരു പെൺകുട്ടി അപർണ തോമസ്. അതേ സൗന്ദര്യധാമമെന്ന് പോലും പലരും വിധി എഴുതിയ അപർണ തോമസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി, ഇവർ തങ്ങളിൽ വലിയ രീതിയിൽ നല്ല കെമിസ്ട്രിയോടുകൂടി മുന്നോട്ട് ലൈഫ് ആസ്വദിച്ച് പോകുന്ന കാഴ്ച ഏവരെയും പ്രിയപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കുമില്ല. എന്നാൽ ഏറെ ദുഃഖകരമായ ചില വാർത്തകളാണ് ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അതിന് തക്കമായ തെളിവുകളും അവർ പുറത്തുവിട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഏറെ ദുഃഖകരമായ അവസ്ഥ. വീഡിയോയിലേക്ക് പോകുന്നതിന് ബാധ്യമായ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറില്ലെന്നും രണ്ടുപേരും സോളോ ട്രിപ്പുകളാണ് ഏറെ നടത്താറുള്ളതെന്നും അകൽച്ചയുള്ളതായി തോന്നുന്നുവെന്നും ചിലർ കുറിച്ചു. ഇവർക്കിടയിൽ എന്തോ ഒന്ന് ശരിയായില്ലെന്നൊരു ഫീലിംഗ്. ഹോം ടൂർ വീഡിയോ പോലും ഇന്റീരിയർ ചെയ്ത ടീമിന്റെ നിർബന്ധം മൂലം ഒരുമിച്ച് ചെയ്തതാണെന്ന് തോന്നുന്നു. മുമ്പ് ഉണ്ടായിരുന്ന ആ വൈബ് ഇപ്പോൾ ജീവയ്ക്കും അപർണയ്ക്കും ഇടയിലില്ല. തമ്മിലൊരു ഇന്ററാക്ഷൻ പോലുമില്ല. അവർ ഇന്റീരിയർ ഡിസൈനറോടാണ് മാത്രമാണ് സംസാരിക്കുന്നത്. മാത്രമല്ല, ഈ വീഡിയോ ഏകദേശം 3 മാസം മുമ്പ് ചിത്രീകരിച്ചതാണ്. പരസ്പരം മുഖം കൊടുക്കുന്നില്ല ഇരുവരും. ജീവയ്ക്ക് കാര്യങ്ങൾ കൂളായി കൈകാര്യം ചെയ്യാനും മറച്ചു പിടിക്കാനും അറിയാം. പക്ഷെ കാര്യങ്ങളൊന്നും പഴയതുപോലെ അല്ലെന്നത് അപർണയുടെ മുഖത്ത് വ്യക്തമാണ്. ഇവരെ പോലെ ആകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഇവരുടെ അകൽച്ച കാണുമ്പോൾ വിഷമം തോന്നുന്നു. പ്രണയദിനത്തിൽ പോലും ഒരുമിച്ചുള്ള ഒരു പോസ്റ്റ് കണ്ടില്ല. മാത്രമല്ല, ഒരുമിച്ചുള്ള യാത്രകളില്ല. ഏറെയും സോളോ ട്രിപ്പുകളാണ് നടത്തുന്നത്. അത് ഏറെ ഞെട്ടലുളവാക്കുന്ന ചില സംഭവങ്ങൾ തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ആരാധകരുടെ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ നെഞ്ചിലേറ്റുന്ന ആരാധകരുടെ അവസ്ഥ. ഇങ്ങനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓല് വിടുന്ന മട്ടുണ്ടാവില്ല. അതായത് ജാഗരൂകരായി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഓരോ ചലനങ്ങളും. തങ്ങൾ നെഞ്ചിലേറ്റിയ താരങ്ങളുടെ, പ്രിയ താരങ്ങളുടെ ഓരോ മൂമെന്റും വീക്ഷിച്ച് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് തങ്ങളുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. തങ്ങളുടെ കാര്യങ്ങൾ പോലും ചെയ്യാതെ, തങ്ങളുടെ അത്താഴം മുടങ്ങിയാലും വേണ്ടില്ല, തങ്ങൾ നെഞ്ചിലേറ്റിയ താരങ്ങളുടെ ഓരോ അപ്ഡേറ്റുകളും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകൾ ചില കണ്ടെത്തലുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതേ, ജീവയുടെയും അപർണയുടെയും ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? ഇരുവരുടെയും പുതിയ വീഡിയോ ആരാധകർക്കിടയിൽ ചർച്ചയുമായി. ജീവയ്ക്കും അപർണയ്ക്കും ഇടയിൽ പഴയൊരു കെമിസ്ട്രി കാണുന്നില്ലെന്നും എന്തൊക്കെയോ എവിടേക്കോ മിസ്സിംഗ് ആയി തോന്നുമെന്നുമാണ് കമന്റുകൾ. റെഡിറ്റ് യൂസേഴ്സിന് ഇടയിലും ഇരുവരുടെയും ഹോം ടൂർ വീഡിയോ ചർച്ചയായി മാറി. ഇരുവരും വേർപിരിഞ്ഞുവോ എന്ന സംശയമാണ് ആരാധകർക്ക്. അങ്ങനെ ഒരു തോന്നൽ വരാനുള്ള കാരണവും ആരാധകർ കമന്റിൽ കുറിച്ചിട്ടുണ്ട്. ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറില്ലെന്നും രണ്ടുപേരും സോളോ ട്രിപ്പുകളാണ് ഏറെ നടത്താറുള്ളതെന്നും അകൽച്ചയുള്ളതായി തോന്നുന്നുവെന്നും ചിലർ കുറിച്ചു. ഇവർക്കിടയിൽ എന്തോ ഒന്ന് ശരിയായില്ലെന്നൊരു ഫീലിംഗ്. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. നെഞ്ചിലേറ്റി ആരാധകർ തന്നെ ഒല കൈയഴിയുന്ന അവസ്ഥ. അവരെ മാതൃകയാക്കി അത്തരത്തിലുള്ള രണ്ട് ദമ്പതികളായി മാറണമെന്ന് ആഗ്രഹിച്ച നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ ഏറെ ദുഃഖത്തിന്റെ അവസ്ഥയിൽ തന്നെയാണ്. ഈ രണ്ടുപേർ വേർപിരിയുമെന്ന സ്വപ്നത്തിൽ പോലും അവർ കരുതിയിരുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ വേർപിരിഞ്ഞോ? എന്താണ് സംഭവിച്ചത്? അതിനിവർ വെക്കുന്ന തെളിവുകൾ മറ്റൊന്നുമല്ല. ജീവ എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ ബർത്ത്ഡേ ആഘോഷത്തിന് ആ ഒരു പഹയന് കേക്ക് മുറിച്ചു കൊടുക്കാൻ, കേക്ക് വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ കേക്ക് വായിൽ വെച്ചു കൊടുക്കാൻ തന്റെ പ്രിയതമയായ, തന്റെ എല്ലാമായ അപർണ തോമസ് ഇല്ലായിരുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ ആ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. എന്താണ് സംഭവിച്ചത്? വരട്ടെ. Happy birthday to you. Happy birthday, dear
താങ്ക് യു. അതേ, ആരാധകർ പറയുന്നതിൽ ഓലുദ്ധരിക്കുന്നതിൽ ചില കാര്യങ്ങൾ സത്യമല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേക്ക് മുറിച്ചു കൊടുക്കാൻ അപർണ വന്നില്ലെന്ന് മാത്രമല്ല, ആ സമയത്ത് വിഷു കൂടി ചെയ്തില്ല എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. വളന്റൈൻസ് ഡേക്കും ഒരു വിഷു ഉണ്ടായില്ല, ബർത്ത്ഡേക്കും ഒരു വിഷു ഉണ്ടായില്ല. ഏറെ ഞെട്ടലുളവാക്കുന്ന വാർത്ത തന്നെയാണ്. ജീവ എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ ബോഡി ലാംഗ്വേജ് വെച്ച് തന്നെ എല്ലാ സത്യങ്ങളും ആരാധകർ കണ്ടെത്തിയിരിക്കുകയാണ്. ഓൻ ചിരിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഓൻ കരയുകയാണ്. ഓൻ പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ കൂട്ടുകാർ തനിക്ക് കേക്ക് കൊണ്ടുവന്നപ്പോൾ അത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ജീവ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് നിരവധി ആരാധകർ പറയുന്നത്. ഏറെ ഞെട്ടലോടെ തന്നെയാണ് ആരാധകർ ഇതിനെ കാണുന്നത്. എന്നാൽ എനിക്കിപ്പോഴും തോന്നുന്നത് അത്തരത്തിലുള്ളൊരു വേർപിരിയൽ ഇവരെ സംബന്ധിച്ച് വളരെ അപ്രാപ്യമായ കാര്യമാണ്. ജീവ തോമസുമായുള്ള തൻ്റെ ആ ഒരു ബന്ധത്തെക്കുറിച്ച്, ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു ദൃഢതയെക്കുറിച്ച്, ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളതയെക്കുറിച്ച് അപർണ തോമസ് തന്നെ വിശദമാക്കിയ ആ ഒരു പഴയ വീഡിയോ എന്തായിരുന്നു ഇവർക്കിടയിലെ ആ ഒരു സങ്കല്പം വരട്ടെ. ഞാനും ജീവയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറേ പേരുണ്ട്. അപ്പോൾ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി. ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ലൈക്ക് ഇഫ് ഐ എം സമ്മൺ, ഓക്കെ വെട്ടൊന്ന് മുറി രണ്ട്, അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ആയനെ. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത്, I won't say adjustment, I won't say sacrifice, because that two terms are bullshit in your relation. അതൊന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസ് ഒന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ, just like he said, transparency is very, very, very important. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന്? അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി, വളരെ മെച്യൂരിറ്റിയോട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു പ്രമുഖ താരം, നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു പ്രമുഖ താരം തന്നെയാണ് അപർണ തോമസ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് വളരെ ശക്തമായി തങ്ങളെ നെഞ്ചിലേറ്റിയ തങ്ങളുടെ ആരാധകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു മടങ്ങിവരവ് തീർച്ചയായും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.